നമ്മുടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേരാണ് ബംഗാളിൽ നിന്നുള്ള സുവേന്ദു അധികാരി. ഒരു പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് അത്രയധികം പരക്കെ അറിയപ്പെട്ടിരുന്നില്ല. നല്ല മനോഹരമായ പേര്, ആളെ കണ്ടാലും നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരു മനുഷ്യൻ. ഈ സുവേന്ദു അധികാരിയായിരിക്കും ബംഗാളിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ല, BJP തീരുമാനമെടുത്താൽ അവരുടെ മനസ്സിലുണ്ടാവുക തീരുമാനം. ഈ സുവേന്ദു അധികാരിയാണോ ബംഗാളിൽ ഈ BJPയുടെ ഈ സ്വപ്നതുല്യമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ കാരണം? BJP അധികാരത്തിൽ വന്നാൽ ഏതാണ്ട് എല്ലാവരും തീർച്ചയാക്കിയ ഒരു കാര്യമാണ് സുവേന്ദു ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. പിന്നെ ഒരു മാറ്റം വരുന്നെങ്കിലും പിന്നെ അടുത്തൊരു ഘട്ടത്തിലേ വരാൻ സാധിക്കും. കാരണം ഇപ്പം തന്നെ കഴിഞ്ഞ കുറേ അധികം റാലികൾ ബംഗാൾ മുഴുവൻ കവർ ചെയ്യുന്ന തരത്തിലുള്ള റാലികൾ നടത്തിയും ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്, ജനസമ്മതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുമ്പത്തെ ഒരു കാലഘട്ടമായിരുന്നില്ല. ഇപ്പം കുറേ കൂടി ഒരു ജനകീയനായ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആളായിട്ട് മാറിയിട്ടുണ്ട്. ഈ സുവേന്ദു അധികാരിയുടെ ഒരു ജൈത്രയാത്ര എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഈ ബൈബിളിൽ പറയുന്ന ഒരു പോരാട്ടം ഉണ്ടല്ലോ, ഡേവിഡ് വിത്ത് ഗോലിയാത്ത് എന്ന് പറയുന്നത്. അതെ, ഗോലിയാത്ത് എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. അതിൻ്റെ ആ പോരാട്ടത്തിന് തുല്യമാണ് സുവേന്ദുവിൻ്റെ. എല്ലാവർക്കും അറിയാം, കാരണം തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട്, മാൻ, മണി, മസിൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആസൂത്രകനായിട്ട് സുവേന്ദു അധികാരിയാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഇടതുപക്ഷത്തെ ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയോടുകൂടി അതിനെ തകർക്കാൻ കെൽപ്പുള്ള ഒരു നേതാവായിട്ടാണ് സുവേന്ദുവിനെ മമതാ ബാനർജി വളർത്തിയെടുത്ത് കൊണ്ടുവന്നത്. അതേ ടെമ്പറിൽ തന്നെ മമതയെ ഒരു കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ തകർക്കാനും സുവേന്ദുവിന് കഴിഞ്ഞു. അയാളുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം മമതാ ബാനർജിയെക്കുറിച്ച് ബംഗാളിൽ പറയുന്നത് ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്നാണ് മീഡിയ പറയുന്നത്. അതേപോലെ ആ സ്ട്രീറ്റിൽ തന്നെ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവ് സുവേന്ദുവിനുണ്ട്. അതിനുള്ളൊരു മോറൽ പവറും ഉണ്ട് അദ്ദേഹത്തിന്. കാരണം മറ്റുള്ളവരെ പോലെ അങ്ങനൊരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടുള്ള ആളല്ല, ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും. അത് കൂടുതലും അങ്ങേർക്കെതിരെ പരാതികൾ വന്നിരിക്കുന്നത് മമതയായിട്ട് തെറ്റിയതിന് ശേഷമാണ് സുവേന്ദുവിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നത്. പക്ഷെ അതല്ലാതെ തന്നെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. കുടുംബപരമായിട്ട് തന്നെ അവിടെ ഒരു അധികാരം നിൽക്കുന്ന അധികാരി, ശരിക്കുള്ള അർത്ഥത്തിൽ അധികാരിയാണ് അവരുടെ കുടുംബം എന്ന് പറയുന്നത് തന്നെ. ഭദ്രാലോകത്തിന്റെ ഭാഗമാണോ? ഭദ്രലോകത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല, അധികാരവർഗത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ കുടുംബം മൊത്തം. ഞാനത് പിന്നീട് പറയാം, ആ ചരിത്രം പറയാം. അപ്പോൾ ഈ അവിടെ വരുമ്പോൾ തന്നെ ആ അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെ ഏറ്റവും പ്രകടമായ കാര്യമാണ് നന്ദിഗ്രാമിൽ മമതയെ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിച്ചത് സുവേന്ദുവാണ്. അതേ സ്ഥലത്ത് തന്നെ മമത വീണ്ടും മത്സരിക്കാൻ വന്നപ്പോൾ മമതയ്ക്കെതിരെ മത്സരിച്ച് വെള്ളം കുടിപ്പിച്ചത് 1900 ചില്ലുവാനം വോട്ട്, 2000-നുള്ളിൽ ഉള്ള വോട്ടിലാണ് ഒതുക്കി തോൽപ്പിച്ചിട്ടാണ് അവർ ഭവാനിപൂരിൽ പോയി രണ്ടാമത് മുഖ്യമന്ത്രി ആയതിനു ശേഷം പോയി ഇലക്ഷനിൽ നിന്നിട്ടാണ് അവർ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അപ്പോൾ ഭവാനിപൂരിലേക്ക് അവർ പാടിയപ്പോൾ ഇദ്ദേഹം അവിടെയും സ്ഥാനാർത്ഥിയായി, അവിടെയും വിറപ്പിച്ചു. അതിൽ 2 തന്ത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഭവാനിപൂരിൽ മമതയെ തളച്ചിടുക എന്ന് പറയുന്നൊരു തന്ത്രം സുവേന്ദു, ഒരു പൊളിറ്റിക്കൽ തന്ത്രം. കാരണം ഭവാനിപൂരിൽ അവർ ഒറ്റ മണ്ഡലത്തിലേ മത്സരിക്കുന്നുള്ളൂ. അവിടെ തോറ്റു കഴിഞ്ഞാൽ മമതയ്ക്ക് അതിനേക്കാൾ വലിയൊരു അടി ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മമതയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി ഈ ഭവാനിപൂർ വിജയിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കേണ്ടി വന്നു, മറ്റു മണ്ഡലങ്ങൾ തളച്ചിടുക. ആ ഒരു തന്ത്രത്തിൽ കൂടിയിട്ടാണ് സുവേന്ദുവിന് അറിയാം അവിടെ അങ്ങനെ ജയിച്ചു വരാൻ പ്രയാസമാണ്. അവർ ജനിച്ചു വളർന്ന സ്ഥലമാണ്, ഈ മമതയുടെ ജന്മസ്ഥലമാണ്, സ്കൂളിൽ കളിച്ചു വളർന്ന സ്ഥലം, സ്കൂള് ഒക്കെയുണ്ട്. ഒരു പക്ഷെ അവർ ജയിക്കും. വലിയൊരു അട്ടിമറിയോ വലിയൊരു തരംഗാണം ഉണ്ടായെങ്കിൽ തോക്കാൻ പോലും സാധ്യതയുണ്ട്. അവർക്ക് ഭയമുണ്ട്. കാരണം അത്രമാത്രമാണ്. അവർ ഇന്നലെ ശ്രദ്ധിച്ചു കാണും, അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും വളരെ റെസ്റ്റ്ലെസ് ആയിരുന്നു. കോൺഫിഡൻസ് മുഴുവൻ പോയ രീതിയിലാണ്. അവിടെ വന്ന് ബൂത്തിൻ്റെ അവിടെ ഇരിക്കുക, അവിടെ ഒരു കസേരയും കൊണ്ടുവന്നിട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ടു അവിടെ ഇരിക്കുക, ബൂത്തുകളിൽ കയറുക, ആളുകളെ പോയി കാണുക, ഹോട്ടലുകളിലും കടകളിലും പോവുക. അപ്പോൾ അതിനടുത്തുള്ളൊരു ഹോട്ടൽ 2 ദിവസമായിട്ട് സെക്യൂരിറ്റി ഇഷ്യൂസ് കൊണ്ട് സംഘർഷബാധിത പ്രദേശമാണ്, അടച്ചിട്ടു. അവിടെ പോയിട്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു.
ഒരു ചായ്വാല പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്ത് ഒരു ചായക്കട അടച്ചിട്ടിട്ടാണോ ഈ രാജ്യത്ത് ഭീതിത അന്തരീക്ഷം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഒരു പരിഭ്രമത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം അങ്ങനെ തളച്ചിടാനായിട്ട് അവർ സാധിച്ചു. 2007 നന്ദിഗ്രാമിലെ നായികയായിട്ട് നമ്മുടെ മമത രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഹായിയായിട്ട് വലം കൈ എന്ന് പറയാവുന്ന ആളാണ്. എന്ന് മാത്രമല്ല, ആ നന്ദിഗ്രാം മൂവ്മെൻറ്റിൻ്റെ യഥാർത്ഥ ശില്പി എന്ന് പറയുന്നത് സുവേന്ദുവാണ്. അതിൻ്റെ ബ്രെയിൻ, അതിൻ്റെ ആ പ്ലാനിങ് മൊത്തം നടത്തിയത്. അപ്പോൾ അന്ന് ഒരു മാത്രമല്ല, ഒരു മുഖ്യമന്ത്രി ആയിരുന്നയാൾ, ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്ന ഒരാളിനെതിരെ മത്സരിച്ച് അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ബംഗാളിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഒരു സ്വന്തം മണ്ഡലത്തിൽ നിന്ന് തോക്കുന്ന ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. അതാണ് ഏറ്റവും കൂടുതൽ സുവേന്ദുവിനെ BJPക്ക് സ്വീകാര്യനായ നേതാവാക്കി മാറ്റിയത്. പക്ഷെ ഇവരുമായിട്ട് തെറ്റിക്കഴിഞ്ഞപ്പോൾ സുവേന്ദുവിനെ എല്ലാ തരത്തിലും കുരുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞു കുരുക്കാനുള്ള ശ്രമം. അപ്പോഴാണ് BJPയിലോട്ട് പുള്ളി മാറിയതും അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് കയറി വരാൻ സാധിക്കുകയും ചെയ്തത്. മറ്റൊന്ന്, ഈ ബംഗാളി അസ്മിതയുടെ ഒരു പുതിയ മുഖമായിട്ടാണ് BJP ഇപ്പോൾ സുവേന്ദുവിനെ അവിടെ അവതരിപ്പിച്ചു. ബംഗാളിൻ്റെ പുത്രൻ. അവർ പറയുന്ന BJP എന്ന് പറയുന്നത് ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയാണ്, ഉത്തരേന്ത്യൻ നേതാക്കളാണ് അതിൻ്റെ മുഖം എന്ന് പറയുന്നതിനകത്ത് ബംഗാളി പുത്രൻ എന്നുള്ള ഒരു നിലയിൽ പ്രതിരോധം ഉയർത്താനായിട്ട് BJPക്ക് സുവേന്ദുവിൽ കൂടി സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, പുള്ളിയുടെ സംഘടനാ പാഠവുമാണ്. തൃണമൂലിൻ്റെ ഓരോ തന്ത്രവും നന്നായിട്ട് അറിയുന്ന ആളാണ്, അവർക്കൊപ്പം നിന്ന് പഠിച്ചയാളാണ്, അവരെ പഠിപ്പിച്ചയാളാണ്. ഭരണപക്ഷത്തിൻ്റെ ബൂത്ത് മാനേജ്മെൻറ്റ് രീതികൾ അതെല്ലാം അതേ നാണയത്തിൽ നേരിടാനായിട്ട് ഈ ഇലക്ഷനിൽ ഇപ്പം വന്ന കഴിഞ്ഞ 2 ഇലക്ഷനുകളിൽ അദ്ദേഹത്തിന് സാധിച്ചു. മറ്റൊന്ന്, ഈ അഴിമതി വിരുദ്ധ പോരാട്ടം. അവിടുത്തെ വളരെ പ്രസിദ്ധമായ പ്രയോഗങ്ങളാണ് കട്ട്മണി, തോലാബാജി എന്ന് പറയുന്ന ഈ അവിടുത്തെ അഴിമതിയുടെ അതിനെ മുഴുവൻ ഒരു ജനകീയമാക്കി കൊണ്ടുവരാനായിട്ട് ജനങ്ങളുടെ ഇടയിൽ ആ പ്രയോഗങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവരെ അവരുടെ മുഖമുണ്ടല്ലോ, ഒരു സംശുദ്ധ അഴിമതിരഹിത മുഖം മമതയുടെ, അത് പൊളിച്ചെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഈ ഭവാനി പൂരിലെ അവരുടെ ഒരു സേഫ്റ്റി മണ്ഡലം എന്നുള്ള അവരുടെ ഒരു സാധാരണ നിലയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അവരുടെ സ്വന്തം മണ്ഡലം എന്നുള്ളത്, അതിനെ വിറപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും ഒരു വലിയ ഏറ്റവും ശക്തിയാർന്ന ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ, ബംഗാളിൽ പ്രത്യേകിച്ചും ഈ കിഴക്കൻ മിഡ്നാപൂർ അവിടെ ജില്ലയിലെ ഒരു അധികാരി കുടുംബമാണ് ഇവരുടെ. ഒരു അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു കുടുംബമാണത്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ശിശിർ അധികാരി, അതേ പറയാം, അതെ, അധികാരി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. ആ കുടുംബത്തിൻ്റെ ഒരു രാഷ്ട്രീയ അടിത്തറ വാങ്ങിയ ആളാണ്. വളരെ വർഷങ്ങൾ, ദശകങ്ങളോളം കോൺഗ്രസിലും പിന്നീട് തൃണമൂൽ കോൺഗ്രസിലും മമതയുടെ ഏറ്റവും വിശ്വസ്ത നേതാവായിരുന്നു. UPA സർക്കാരിൽ കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. ഈ മിഡ്നാപൂരിലെ ഗ്രാമീണ വികസനത്തിലും സഹകരണ മേഖലയിലും ഒക്കെ വളരെ ധാരാളം സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി ചെയ്ത ആളാണ്. 2021 അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അദ്ദേഹം BJPയിൽ ചേർന്നു. ഇപ്പോഴും വളരെ സജീവമാണ്. എല്ലാ ദിവസവും അദ്ദേഹം, ഞാൻ അവിടുത്തെ പത്രക്കാരിൽ നിന്ന് മനസ്സിലാക്കിയത്, BJP ഓഫീസിൽ അര ദിവസം, ഒന്നുകിൽ രാവിലെ മുതൽ ഉച്ചവരെ അല്ലെങ്കിൽ വൈകുന്നേരം രാത്രി വരെ അദ്ദേഹം അവിടെ ഉണ്ടാവും, ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവർക്കെല്ലാം കൊടുക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദിവ്യേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസിൻ്റെ മുൻ MP ആണ്, MLA ആയിരുന്നു. പിന്നെ അദ്ദേഹവും ഇവർക്ക് പിന്നാലെ BJPയിലേക്ക് വന്നു. സൗമേന്ദു അധികാരി അവിടെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. രാഷ്ട്രീയ കുടുംബമാണ്. അവരും ഇപ്പോൾ BJPയിലേക്ക്, ആ കുടുംബം ഒന്നത്തോടെ BJPയിലേക്ക് വന്നു. പിന്നെ ഇദ്ദേഹമാണെങ്കിലും 2007 നന്ദിഗ്രാമിൽ നായകനായിരുന്നു. അതിനു മുമ്പ് തൃണമൂലിൻ്റെ ഭരണകാലത്ത് ഗതാഗതം, ജലസേചന മന്ത്രി വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. BJPയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആളുകൾ, കാരണം ഒറ്റയ്ക്ക് വരികയല്ല, ഒരു വലിയ വിഭാഗം ആളുകളുമായിട്ടാണ് അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നത്. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റൊരു അവിടെ ആളുകൾക്കുള്ള ഒരു
കൗതുകകരമായിട്ടുള്ള കാര്യം ഇദ്ദേഹം ഒരു ക്രോണിക് ബാച്ചിലർ ആണെന്നുള്ളതാണ്. കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോ ഒന്നും വന്നിട്ടില്ല. അഴിമതിയും വന്നിട്ടില്ല. അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പെൺ വിഷയത്തിൽ ആരോപണം വന്നില്ല. അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അത് പിന്നീട് മറ്റേ ആ ശാരദാ ചിട്ടി കേസിലും ഒക്കെ ഇദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങുന്നതിൽ ഇദ്ദേഹം പാർട്ടി ഭാരവാഹിയായിരുന്നപ്പോൾ പങ്കാളിയാണ് എന്നുള്ള രീതിയിലുള്ള ചില BJP-യിലാണ് അല്ലല്ല നേരത്തെ ഇരുന്നപ്പോൾ തൃണമൂൽ. അത് പക്ഷേ അത് ഇദ്ദേഹം BJP-യിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ട് ചാർത്തിയതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പാർട്ടിക്കുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ അഭിഷേക് ബാനർജിയും പിന്നെ കുറേ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ. പക്ഷെ ഇപ്പോഴും അത് കേസ് ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. CBIയുടെ അന്വേഷണത്തിലാണ് കേസുണ്ട്. പക്ഷേ ഈ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ അഴിമതിയിൽ കൂടി പണം ഉണ്ടാക്കിയ ഒരു കുടുംബം, കാരണം അതിൻ്റെ ആവശ്യമില്ല, അതിന് അത്രമാത്രം അധികാരവും പണവും ഉള്ള ഒരു കുടുംബമാണ് എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം ഒരു വലിയ പ്രസംഗകനല്ലെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും താഴെ തട്ടിൽ ഏറ്റവും താഴെ ആളുകൾ ഏറ്റവും ലളിതമായി ജീവിക്കുന്ന ആളാണ്. ഒരു സാധാരണ കുർത്ത, വളരെ വില കുറഞ്ഞ, ഗാന്ധിയനെ പോലെ തന്നെ ഒരു സാധാരണക്കാരനായിട്ട് വീടുകളിൽ പോകും. ഒരുപക്ഷെ നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലെ വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ പ്രവർത്തകരുടെയൊക്കെ വീട് ചെല്ലുമ്പോൾ നേരത്തെ പറയും, എൻ്റെ ഭക്ഷണം അവിടെയാണ് കേട്ടോ, ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അവരുടെ കൂടെ ചായക്കടകളിൽ പോയിരുന്ന് ചായ കുടിക്കുക, പിന്നെ വൈകുന്നേരങ്ങളിൽ അവിടെ ഒരു ഇതുണ്ട്, കൂടുതലുണ്ട്, ഇവർ വൈകുന്നേരങ്ങളിൽ ഈ ചായ ചർച്ച എന്നൊക്കെ പറയുന്ന പോലത്തെ ചർച്ചകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അവരുടെ കൂടെ നിന്ന് നിൽക്കുന്ന അങ്ങനെ ഒരു കാര്യമുണ്ട്. സാധാരണക്കാരിൽ ഏറ്റവും ലളിതമായ ജീവിതം നയിക്കുന്നു. അതെ. അതുപോലെ ഒരു ആത്മീയത, പുള്ളി വളരെ വലിയ ഭക്തനാണ്. എല്ലാ ദിവസവും വീട്ടിലെ പൂജ, വളരെ സമയം പൂജയ്ക്ക് വേണ്ടി ചിലവാക്കും. ക്ഷേത്രങ്ങളിൽ പോയി അവിടുത്തെ പൂജകളും ഒക്കെ പങ്കെടുക്കും. അങ്ങനെ ഒരു ഭക്തൻ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അതുപോലെ ഭാഷാപ്രയോഗവും ബംഗാളി ഭാഷയിൽ, അത് കൊളോക്കിയൽ ബംഗാളി ഭാഷയിലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പഴഞ്ചൊല്ലുകൾ, പഴയ പ്രമാണങ്ങൾ, നാട്ടിലെ ബംഗാളി അസ്മിതയുമായി ബന്ധപ്പെട്ട കഥകൾ, ഇതൊക്കെ പറഞ്ഞ് പൊലിപ്പിക്കാൻ കഴിയുന്നൊരു വ്യക്തി കൂടിയാണ്. വാഗ്മിത്വമുണ്ട്, ബഹുമുഖ വ്യക്തിത്വമാണ് അവസാനിപ്പിക്കാം. അതെ, ഇതെല്ലാം കൊണ്ട് തന്നെ ഒരു സ്വീകാര്യനായിട്ടുള്ള ഒരു ജനകീയനായിട്ടുള്ളൊരു നേതാവാണ് സുവേന്ദു അധികാരി എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് ഒരു പോരായ്മയായിട്ട് അവിടുത്തെ ആളുകൾ കാണുന്നത്, ഇദ്ദേഹം സാധാരണ നിലയിൽ BJP-യിലെ ഈ ടോപ്പ് ലെവലിലേക്ക് വരുന്ന ആളുകൾ ഒരു RSS പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ABVP, യുവമോർച്ച അങ്ങനെ വന്ന ഇല്ലെന്നുള്ളത് മാത്രമാണ്. തൃണമൂലിൻ്റെ കൂടെ നിന്ന ആൾ എന്നുള്ളൊരു പോരായ്മ മാത്രമേ, മമതയുടെ കൂടെ നിന്നു എന്നുള്ള ഒരു കുറ്റം മാത്രമേ ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും നല്ല മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടും. കാരണം അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടാകാതെ കാര്യങ്ങൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നടത്തിയിരുന്ന ആളാണ് എന്ന ഒരു ഇമേജും കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് മുമ്പിലുണ്ടാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.